അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എന്തൊക്കെ കണ്ടു, പ്രോസസ്സ് എന്താണ്, പ്രോസസ്സും പ്രോഗ്രാമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതുപോലെ തന്നെ പ്രോസസ്സിന് ഡിഫറെൻറ്റ് സ്റ്റേറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോസസ്സ് സ്റ്റേറ്റ് ഡയഗ്രാം വഴി ഒരു പ്രോസസ്സ് ആദ്യം എന്താണ് ന്യൂ സ്റ്റേറ്റിൽ നിന്ന് റെഡി സ്റ്റേറ്റിലേക്ക്, റെഡി സ്റ്റേറ്റിൽ നിന്ന് റണ്ണിങ് സ്റ്റേറ്റിലേക്ക്, റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് ടെർമിനേറ്റ് സ്റ്റേറ്റിലേക്ക് പോകാം, അല്ലെങ്കിൽ എക്സിറ്റ് സ്റ്റേറ്റിലേക്ക് പോകാം. പക്ഷേ അതിനിടയ്ക്കൊരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതെന്താണ് വെയിറ്റിംഗ് സ്റ്റേറ്റ് അല്ലേ. റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകാം. എപ്പോൾ IO റിക്വസ്റ്റിനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ, IO ഓപ്പറേഷൻസിനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് റണ്ണിങ്ങിൽ നിന്ന് വെയിറ്റിങ്ങിൽ നിന്ന് നേരെ റണ്ണിങ്ങിലേക്ക് പോകാൻ പറ്റില്ല. തിരിച്ച് റെഡി ക്യൂവിൽ കയറിയാൽ മാത്രമാണ് ആ ഒരു പ്രോസസ്സിന് റണ്ണിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഡയഗ്രാം കാണിച്ചേക്കുന്നത്. ഓരോ ഫ്ലോയിലും അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്ക്. അപ്പോൾ നമ്മൾ പ്രോസസ്സിന് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഉണ്ട്. ഒരു പ്രോസസ്സ് സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ, എക്സിക്യൂഷൻ നടത്തുന്നതിനിടയ്ക്ക് ഇത്രയും ഡിഫറെൻറ്റ് സ്റ്റേറ്റിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഓരോ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ പ്രോസസ്സിനും ഒരു ടേബിളിനകത്ത് കൊണ്ടിടുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി സ്റ്റോർ ചെയ്യുന്നു. അതാണ് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. അപ്പോൾ ഇറ്റ് ഈസ് എ ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ ഇൻഫർമേഷൻ റിക്വയർഡ് അബൌട്ട് എ പർട്ടിക്കുലർ പ്രോസസ്സ്. അപ്പോൾ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ടേബിൾ ഫോർമാറ്റിൽ കിടക്കുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. അതിനകത്ത് ഒരു പ്രോസസ്സിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട്. ദ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ഈസ് ഓൾസോ നോൺ ആസ് ടാസ്ക് കൺട്രോൾ ബ്ലോക്ക്, എൻട്രി ഓഫ് ദ പ്രോസസ് ടേബിൾ, ഇങ്ങനെ പല പേരുകൾ വിളിക്കും. അപ്പോൾ ഒരു പ്രോസസ്സിൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിലേറ്റഡ് ടു ദി പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്, അല്ലെങ്കിൽ ടാസ്ക് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാലും പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാലും മീൻ ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഒരു പ്രോസസ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ കൊടുക്കുന്ന ഡാറ്റ സ്ട്രക്ചറിനെയാണ് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എവറി പ്രോസസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ PCB ആസ് ഷോൺ ഇൻ ദ ഫിഗർ ഇൻ ദ നെക്സ്റ്റ് പേജ്. ഓക്കെ, അപ്പോൾ ഓരോ പ്രോസസ്സും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു PCBക്കകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കയറും. അപ്പോൾ എവറി പ്രോസസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ PCB. സിസ്റ്റത്തിൽ അത് വരുന്ന ഓരോ പ്രോസസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും PCBക്കകത്ത് കിടക്കും. ആ പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ് എപ്പോഴാണ് റിമൂവ് ആവുന്നത്? The next point is that when a process is created, the OS creates a PCB, and when the process terminates, its corresponding PCB is released to the available pool of available memory locations. അപ്പോൾ ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് OS അതിൻ്റെ PCB ക്രിയേറ്റ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്താൽ ആ പ്രോസസ്സിനെ കുറിച്ചുള്ള ഫുൾ ഇൻഫർമേഷൻസ് അത് റിലീസ് ചെയ്യും, അതായത് അത് കളയും. പിന്നീട് അപ്പോൾ അതെന്താകും, ആ പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ ലൊക്കേഷൻസും മെമ്മറി ലൊക്കേഷൻസ് എല്ലാം ഫ്രീ പൂളിലേക്ക് പോകും, അല്ലെങ്കിൽ അവൈലബിൾ പൂളായിട്ട് കാണാം. അപ്പോൾ ദ നെക്സ്റ്റ് പ്രോസസ്സിന് അങ്ങനെ ഒരു യൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടുന്നു. Once PCB is created, the process becomes eligible to compete for system resources. അപ്പോൾ ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് PCB ക്രിയേറ്റ് ആകുന്നു. അപ്പം പ്രോസസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതായത് പ്രോസസ്സിൻ്റെ ID, പ്രോസസ്സ് ഏത് മെമ്മറി ലൊക്കേഷനാണ് യൂസ് ചെയ്യുന്നത്, പ്രോസസ്സ് ഏതൊക്കെ ഫയലുകളാണ്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ്. അപ്പോൾ അതിനെ റിലേറ്റ് പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ PCBക്കകത്ത് സ്റ്റോർ ചെയ്യാൻ പോകണം. അപ്പോൾ പിന്നീട് വൺസ് PCB ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് ക്യാൻ ബി എലിജിബിൾ ഫോർ ഡൂയിങ് എനി സിസ്റ്റം റിസോഴ്സസ്, അല്ലെങ്കിൽ ഫോർ ക്യാപ്ചറിങ് എനി സിസ്റ്റം റിസോഴ്സസ്. അതിൻ്റെ അപ്പോൾ സിസ്റ്റം റിസോഴ്സസ് ഉപയോഗിക്കാനായിട്ട് ആ പ്രോസസ്സ് എലിജിബിളായി എന്നുള്ളതാണ് PCB ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം. The next one is structure of process control block. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്രോസസ് കൺട്രോൾ ബ്ലോക്കിൻ്റെ ഫിഗറിലകത്ത് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രോസസ് കൺട്രോൾ ബ്ലോക്കിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ ഇനിയും ഇൻഫർമേഷൻസ് ഉണ്ട്. നിങ്ങളുടെ അടുത്തൊരു സെലക്റ്റീവായിട്ടുള്ള പർട്ടിക്കുലർ ഇൻഫർമേഷൻസ് മാത്രമാണ് ടെക്സ്റ്റിൽ നോട്ട് ചെയ്തിട്ടുള്ളൂ. പോയിൻ്റ്,
പ്രോസസ് സ്റ്റേറ്റ്, പ്രോസസ്സിൻ്റെ നമ്പർ ദാറ്റ് ഈസ് PID, പ്രോസസ് ID, പ്രോഗ്രാം കൗണ്ടർ, രജിസ്റ്റേഴ്സ്, മെമ്മറി ലിമിറ്റ്സ്, ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഫയൽസ്. അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിന് നിങ്ങൾക്ക് പറയാം പോയിൻ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്. ഇപ്പോൾ പോയിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിൻ്റ് ചെയ്യുന്ന ആളാണ് അല്ലേ. ആ ഒരു പ്രോസസ് സ്റ്റേറ്റിൻ്റെ ചേർന്ന് തന്നെയാണ് പോയിൻ്റർ എടുക്കുന്നത്. അപ്പോൾ അതൊരു സ്റ്റാക്ക് ഫോർമാറ്റിലാണ് ഈ പോയിൻ്റർ സ്റ്റോർ ചെയ്യുന്നത്. ഈ പോയിൻ്റർ സ്റ്റാക്ക് ഫോർമാറ്റിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്യുന്നത്, അത് സേവ് ചെയ്യുന്നത് ഒരു പ്രോസസ്സ് ഒരു സ്റ്റേറ്റിൽ നിന്ന് അനദർ സ്റ്റേറ്റിലേക്ക് പോകുന്നതെല്ലാം റീറ്റെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ റെഡി സ്റ്റേറ്റിൽ നിന്ന് റണ്ണിങ്, റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് അത് വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിന്ന് പോവുക. അപ്പോൾ അതെന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ സ്റ്റോർ ചെയ്തിട്ടാണ് അത് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോയിട്ട്, അതായത് അവിടെ അത് IO ഓപ്പറേഷൻസിന് വേണ്ടി പോയതാണ്. IO ഓപ്പറേഷൻസൊക്കെ കഴിഞ്ഞ് തിരിച്ച് CPU എത്തുമ്പോൾ ആ പ്രോസസ്സിൻ്റെ കറൻറ്റ് സ്റ്റേറ്റ് റീറ്റെയിൻ ചെയ്തുകൊണ്ടാണ്, കറൻറ്റ് പൊസിഷൻ റീറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അത് തിരിച്ചു വരുന്നത്. എവിടെ നിന്നാണോ നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങാനായിട്ട് സാധിക്കുന്നു. അത് ഈ പോയിൻ്ററാണ് സഹായിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എന്താ, പ്രോസസ് സ്റ്റേറ്റ്. ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പ്രോസസ് സ്റ്റേറ്റ് ഓൾറെഡി നമ്മൾ പഠിച്ചാണ്. പ്രോസസ് സ്റ്റേറ്റ് എന്താണെന്നല്ലേ. ഒരു പ്രോസസ്സിന് ന്യൂ ഉണ്ട്, റെഡി ഉണ്ട്, റണ്ണിങ് ഉണ്ട്, വെയിറ്റിംഗ് ഉണ്ട്, ടെർമിനേറ്റഡ് സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റെല്ലാം സ്പെസിഫൈ ചെയ്യുന്ന ഡീറ്റെയിൽസാണ്. ആ പ്രോസസ്സ് ഏത് സ്റ്റേറ്റിലാണെന്ന് സ്പെസിഫൈ ചെയ്യുന്ന ഡീറ്റെയിലാണ് പ്രോസസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷനിൽ കിടക്കുന്നത്. നെക്സ്റ്റ് പ്രോസസ് നമ്പർ. ഓരോ പ്രോസസ്സിനും പ്രോസസ് ID ഉണ്ടാകും, പ്രോസസ് നമ്പർ ഉണ്ടാകും. ഇറ്റ് ഷോസ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ പർട്ടിക്കുലർ പ്രോസസ് ബൈ ഇറ്റ്സ് നമ്പർ. ഓക്കെ, ഇനി പ്രോഗ്രാം കൗണ്ടറിനകത്ത് എന്തായിരിക്കും, ഓരോ പ്രോസസ്സും അകത്ത് ഇത്ര ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും. ഓരോ പ്രോസസ്സിൽ ഇത്ര ഇൻസ്ട്രക്ഷൻസ് അത് ഗെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാനായിട്ട്, അതിൻ്റെ അഡ്രസ്സ് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രോഗ്രാം കൗണ്ടർ. ദിസ് കണ്ടെയ്ൻസ് അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് നീഡ്സ് ടു ബി എക്സിക്യൂട്ടഡ് ഇൻ ദ പ്രോസസ്. നെക്സ്റ്റ്, ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഫയൽസ്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഫയൽസ് ദാറ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ പ്രോസസ്. പിന്നെ ആ പ്രോസസ്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫയലുകൾ, ആ പ്രോസസ്സ് ഏതൊക്കെ ഫയലുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അല്ലേ ഫയൽസ് എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ റിലേറ്റഡ് ഫയൽസ് ആണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഫയൽസ് ദാറ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ പ്രോസസ്സ്. അപ്പോൾ ഏതൊക്കെയാണ് ഫയലുകളെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫയൽ മാത്രമല്ല, ഓരോ പ്രോസസ്സിൻ്റെയും ഡീറ്റെയിൽസുകൾ, പർട്ടിക്കുലർ ഡീറ്റെയിൽസുകൾ ഓരോ ഫയലായിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫയലിൽ കിടക്കുന്ന CPU സ്കെഡ്യൂളിംഗ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അതിനകത്ത് എന്താണ്, സ്കെഡ്യൂളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്കെഡ്യൂൾ ചെയ്യണം, ഇന്ന സമയത്ത് ഇന്ന ആൾക്ക് കയറാം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇന്നവരൊക്കെ വരണം എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്കെഡ്യൂൾ ചെയ്യുന്നത് അല്ലേ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ CPU ആർക്ക് കയറാം, അല്ലെങ്കിൽ ഇപ്പോൾ CPU ആരാണ് പുറത്ത് പോകേണ്ടത്, ഇതൊക്കെ തീരുമാനിക്കുന്നതാണ് CPU സ്കെഡ്യൂളിംഗ് അൽഗോരിതംസ് വെച്ചിട്ട്. CPU സ്കെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് പറയുമ്പോൾ സ്കെഡ്യൂളിംഗ് ഇൻഫർമേഷൻസ്, ആ ഡീറ്റെയിൽസ് എല്ലാം കിടക്കുന്ന ഫയലാണ് CPU സ്കെഡ്യൂളിംഗ് ഇൻഫർമേഷൻ. The process priority, address or pointers to scheduling queues is a CPU scheduling information that is contained in the PCB. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഇൻഫർമേഷൻസാണ് കിടക്കുന്നത്, ഒരു പ്രോസസ്സിൻ്റെ പ്രയോറിറ്റി ഡീറ്റെയിൽസ്, ഈ പ്രോസസ്സിന് ഹൈ പ്രയോറിറ്റി ആണോ അതോ ലോ പ്രയോറിറ്റി ആണോ, അതുപോലെ അഡ്രസ് ഓർ പോയിൻറ്റേഴ്സ് ഷെഡ്യൂളിംഗ് ക്യൂസ്, അതായത് ഈ പോയിൻ്റ് ചെയ്യുന്ന ഓരോ ഷെഡ്യൂൾ ചെയ്യുന്നതിൻ്റെയും ഓരോ അഡ്രസ്സ്, ക്യൂസിനകത്ത് കിടക്കുന്ന അതിൻ്റെ അഡ്രസ്സ്, അതിലെ അതിൻ്റെ പോയിൻ്റർ. ഇതൊരു ക്യൂ ആയിട്ടാണ് ഇപ്പോൾ 10 പ്രോസസ്സ് ഉണ്ട് അറ്റ് എ ടൈം എന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ക്യൂവിലായിരിക്കും. ആ ക്യൂവിൽ ഓരോ പ്രോസസ്സിൻ്റെയും അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ CPU സ്കെഡ്യൂളിംഗ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ PCB. അപ്പോൾ സ്കെഡ്യൂൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സിനും സ്കെഡ്യൂൾ ചെയ്യുന്ന ഡീറ്റെയിൽസ് കിടക്കുന്ന ഫയലാണ് CPU സ്കെഡ്യൂളിംഗ് ഇൻഫർമേഷൻ. ഇപ്പോൾ ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഫയൽസിലെ നെക്സ്റ്റ് വണ്ണാണ് മെമ്മറി മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസാണ് ഈ ഒരു ഫയലിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് എ വാല്യൂ ബേസ് രജിസ്റ്റർ, ലിമിറ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ബേസ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സ്റ്റാർട്ടിങ് പോയിൻ്റാണ് രജിസ്റ്ററിലുള്ള
സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, സ്റ്റാർട്ടിംഗ് അഡ്രസ്സും ലിമിറ്റ് രജിസ്റ്ററിനകത്ത് എന്താണ് ആ പ്രോസസ്സിന് പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് ചെയ്തിട്ടുള്ള എൻഡിങ് അഡ്രസ്സാണ് പറയുന്നത്. അപ്പോൾ അതാണ് ബേസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് അഡ്രസ്സും ലിമിറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എൻഡിങ് അഡ്രസ്സ്. ഇതൊക്കെ നമ്മൾ ശരിക്കും 4th മൊഡ്യൂൾ മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ മൊഡ്യൂളാണ്, അതിനകത്ത് പഠിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിക്കോട്ടെ എന്നാണ് ഞാനിത് പറഞ്ഞത് ജസ്റ്റ്. അപ്പോൾ ബേസ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ലിമിറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് മെമ്മറിയിലുള്ള എൻഡിങ് അഡ്രസ്സും. ഇനി നെക്സ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ഇൻഫർമേഷൻ. ഒരു പ്രോസസ്സ് ഉപയോഗിക്കുന്ന IO ഡിവൈസുകളുടെ ഡീറ്റെയിൽസ്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് ഓഫ് ഫയൽസുകൾ എല്ലാം കിടക്കുന്നതാണ് ഇൻഫർമേഷൻ റിഗാർഡിങ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റാറ്റസ്. നെക്സ്റ്റ് വൺ ഈസ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഓൾറെഡി നമ്മൾ പ്രോസസ്സിൻ്റെ OSൻ്റെ സർവീസസിൽ നമ്മൾ പഠിച്ചതാണ്. OSൻ്റെ ഫങ്ഷൻസിലൊക്കെ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് സംഭവം. അതായത് ഓൾറെഡി പറഞ്ഞു ആ OSനകത്ത് ഏതൊക്കെ പ്രോസസ്സുകൾ ഇപ്പോൾ ഉണ്ട്, ഏതൊക്കെ പ്രോസസ്സ് ഏതൊക്കെ എന്താണ് യൂസ് ചെയ്യുന്നത്, ഡിവൈസ് ആയിക്കോട്ടെ, എത്ര സമയമായി CPU യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷൻ. അതായത് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ പ്രോസസ്സ്, ദ ടൈം ലിമിറ്റ്സ്, അക്കൗണ്ട് നമ്പേഴ്സ്, എത്ര തവണ കയറി ഇറങ്ങി, എമൗണ്ട് ഓഫ് CPU യൂസ്ഡ്, എത്ര പ്രാവശ്യം CPU യൂസ് ചെയ്തു, പ്രോസസ്സിൻ്റെ നമ്പേഴ്സ്. അതായത് പ്രോസസ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള PCBക്കകത്ത് കിടക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും ഒന്ന് ഷോർട്ടാക്കി സമ്മറൈസ് ചെയ്ത് കാണിക്കുന്നതാണ് ശരിക്കും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. PCBക്കകത്ത് പറഞ്ഞാൽ ഓരോ പ്രോസസ്സിൻ്റെയും ഡീറ്റെയിൽസ് കിടക്കുവാണ്. കറൻ്റ്ലി റണ്ണിങ്, റെഡി, വെയിറ്റിംഗ് ഒക്കെ ആയിട്ടുള്ള പ്രോസസ്സുകളുടെ ഡീറ്റെയിൽസ് കിടക്കുവാണ്. അപ്പോൾ ടെർമിനേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ PCBക്കകത്ത് ഉണ്ടാവില്ല ഇൻഫർമേഷൻസ്. അതല്ലാതുള്ള സ്റ്റേറ്റിൽ കിടക്കുന്ന ടെർമിനേറ്റഡ് ആയി എന്നുള്ള ജസ്റ്റ് ഡീറ്റെയിൽസ് കാണും, അത്രേ ഉള്ളൂ. അതല്ലാതെ സ്റ്റേറ്റിൽ കിടക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഈ ഇൻഫർമേഷൻ ഫയലിനകത്തൂടെ വിസിബിളാണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻഫർമേഷനാണ് PCBക്കകത്ത് കിടക്കുന്ന ഒരു പ്രോസസ്സിനെ റിലേറ്റ് CPU രജിസ്റ്റേഴ്സ്. ദിസ് സ്പെസിഫൈസ് ദ രജിസ്റ്റേഴ്സ് ദാറ്റ് ആർ യൂസ്ഡ് ബൈ ദ പ്രോസസ്സ്. അപ്പോൾ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ടായിരുന്നു PCBക്കകത്ത്. നിങ്ങളത് ഒരു പ്രാവശ്യം കണ്ട് നിങ്ങൾ ഓർക്കണിലേക്ക് ഞാൻ കാണിച്ചു തരാം. PCBക്കകത്ത് കണ്ടോ, പോയിൻ്ററുണ്ട്, പ്രോസസ് സ്റ്റേറ്റ് ഉണ്ട്, പ്രോസസ് നമ്പറുണ്ട്, പ്രോഗ്രാം കൗണ്ടറുണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്, മെമ്മറി ലിമിറ്റ്സ് ഉണ്ട്, ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഫയൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഫയൽസാണ് നമ്മളിപ്പോൾ കണ്ടത്. പല ടൈപ്പ് ഓഫ് ഫയലുകൾ, സ്കെഡ്യൂളിംഗ് ഇൻഫർമേഷൻ്റെ ഫയല്, മെമ്മറി മാനേജ്മെൻറ്റ് ഫയല്, അത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഫയല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വൺ മോർ ഇൻഫർമേഷൻ ഇൻ ദ PCB റിഗാർഡിങ് എ പ്രോസസ്. അപ്പോൾ CPU രജിസ്റ്റേഴ്സ് ഓൾറെഡി ഞാൻ PCBയിൽ കാണിച്ചു. CPU രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ ഉണ്ട്. അതായത് രജിസ്റ്റേഴ്സിനകത്ത് എന്താണ്, ഓരോ പ്രോസസ്സും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രജിസ്റ്റേഴ്സ്. ദിസ് സ്പെസിഫൈസ് ദ രജിസ്റ്റേഴ്സ് ദാറ്റ് ആർ യൂസ്ഡ് ബൈ ദി process. They may include accumulators, index registers, stack pointers, general purpose registers, etc. ഒരുപാട് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്, നമ്മൾ COയിൽ പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഏതൊക്കെ രജിസ്റ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഇൻഫർമേഷൻസ്, അതിൻ്റെ ഡീറ്റെയിൽസ് കിടക്കുന്നതാണ് ഈ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഈ ഒരു പർട്ടിക്കുലർ കണ്ടൻറ്റ് ഇൻസൈഡ് ദ PCB. വെൻ ആൻ ഇൻട്രപ്റ്റ് ഒക്കേഴ്സ്, അപ്പോൾ രജിസ്റ്ററിൻ്റെ മറ്റൊരു ഉപയോഗം പറയുകയാണ്. ഒരു ഇൻട്രപ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ഒരു പ്രോസസ്സ് CPUവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് അതിന് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അതിനെന്തോ ഓപ്പറേഷൻസ് വേണം. അപ്പോൾ CPU നിന്ന് ഇറങ്ങി പോകണത്, CPU നിന്ന് ഇറങ്ങിയാൽ മാത്രമാണ് അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഇൻട്രപ്റ്റ് വന്ന പോലെയാണ്. An interrupt occurs or when a processor switches over from one process. അതായത് ഒരു പ്രോസസ്സ് CPU നിന്ന് ഇറങ്ങി പോകുമ്പോൾ CPU എന്ത് ചെയ്യുന്നു, പ്രോസസ്സർ എന്ത് ചെയ്യുന്നു, വേറൊരു പ്രോസസ്സിനെ അതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ പ്രോസസ്സർ സ്വിച്ചസ് ഓവർ ഫ്രം വൺ പ്രോസസ്സ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഒരു പ്രോസസ്സിൽ നിന്നും മറ്റൊരു പ്രോസസ്സിലേക്ക് പോകുന്ന സമയത്ത്, ഇൻഫർമേഷൻ അബൌട്ട് ദ കറൻറ്റ് സ്റ്റേറ്റസ് ഓൾഡ് പ്രോസസ് P0 ഈസ് സേവ്ഡ് ഇൻ ദ രജിസ്റ്റർ along with the program counter shown in the figure. അങ്ങനെ ഒരു പ്രോസസ്സിൻ്റെ സ്റ്റേറ്റിൽ നിന്ന്, ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് പോകുന്ന സമയത്ത് ദ ഫസ്റ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ പ്രീവിയസ് പ്രോസസ്സ് അല്ലെങ്കിൽ ഓൾഡ് പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ് രജിസ്റ്ററുകളിൽ
കറൻറ്റ് സ്റ്റേറ്റസ് രജിസ്റ്ററുകളിൽ സ്റ്റോർ ചെയ്തിട്ടാണ് പോകുന്നത്. അലോങ് വിത്ത് ഒപ്പം അതിൻ്റെ പ്രോഗ്രാം കൗണ്ടറിൻ്റെ ഇൻഫർമേഷൻ കൂടെ, അത് ഏത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അത് പോയത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും സ്റ്റോർ ചെയ്തുകൊണ്ടാണത് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, P0ക്ക് തിരിച്ചു വരുമ്പോൾ ആ നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാം. ദിസ് ഹെൽപ്സ് എ P0 ടു കണ്ടിന്യൂ കറക്റ്റ്ലി ലേറ്റർ. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കി പ്രോസസ് P0, റൈറ്റ് സൈഡിൽ P1 പ്രോസസ് P1, നടുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം CPU-നെ അലോക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രോസസ് P0 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഇനീഷ്യലി. അതാണ് ആ ആരോയിൽ എക്സിക്യൂട്ടിംഗ് എന്ന് കാണിക്കുന്നത്. ഒരു ഇച്ചിരി സമയമാണ് എക്സിക്യൂഷൻ കാണിച്ചേക്കുന്നത്. ആ എക്സിക്യൂഷൻ നിർത്തിയതാണ് ആരോയുടെ ആ എൻഡിങ് പോയിൻ്റ് കാണിച്ചേക്കുന്നത്. അവിടെ നിന്ന് എന്ത് ചെയ്യുകയാണ്, എക്സിക്യൂഷൻ ഫിനിഷ് ചെയ്യുമ്പോൾ അപ്പം തന്നെ അതിൻ്റെ കറൻറ്റ് സ്റ്റേറ്റ് സേവ് ചെയ്യുകയാണ്. അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അത് PCB0-നകത്ത്, അതായത് PCB0 എന്ന് ഉദ്ദേശിക്കുന്ന പ്രോസസ് P0ൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഓരോ പ്രോസസ്സിനും PCB ഉണ്ടല്ലോ. അപ്പോൾ PCB0 എന്ന് പറഞ്ഞാൽ P0ൻ്റെ PCB. ആ കറൻറ്റ് സ്റ്റേറ്റ് സേവ് ചെയ്യുകയാണ്. ഒരു ഇൻട്രപ്റ്റ് ഉണ്ടായി, ഒരു സിസ്റ്റം കോൾ ഉണ്ടായി, അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതിനത് ചെയ്യാൻ പോകണം. അപ്പോൾ അത് CPU ഇറങ്ങി സേവ് ദ സ്റ്റേറ്റ് ഓഫ് P0. ആ സമയം, ഇത്തിരി സമയം അത് ഐഡിയലായിട്ട്, രണ്ടുപേരും ഐഡിയലായിട്ട് ഇരിക്കുകയാണ്. ആ കറൻറ്റ് സ്റ്റേറ്റ് സേവ് ചെയ്യുന്ന സമയത്ത് CPU ആരെയും കയറ്റുന്നില്ല, ഇയാളുടെ ഡീറ്റെയിൽസൊക്കെ സേവ് ചെയ്യണം. അപ്പോൾ P0യും ഐഡിയലാണ്, നെക്സ്റ്റ് പ്രോസസ് P1 കയറ്റിയിട്ടുമില്ല. ആ സേവ് ചെയ്ത ശേഷം എന്ത് ചെയ്യുള്ളൂ, ഐഡിയലായിട്ട് വേറൊരാൾ അവിടെ കിടപ്പുണ്ട്, അയാൾ റെഡി ആയിട്ട് നിൽക്കുന്ന ആളാണ്. P1-നെ റീലോഡ് ദ സ്റ്റേറ്റ് ഫ്രം PCB, അയാളെ റീലോഡ് ചെയ്ത് അകത്ത് കയറ്റുന്നു അയാളുടെ ഡീറ്റെയിൽസ്. എന്നിട്ട് അയാൾ ഏത് സ്റ്റേറ്റിലായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം റീലോഡ് ചെയ്ത് കയറ്റുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അയാളെ എക്സിക്യൂട്ട് ചെയ്യുന്നു. പ്രോസസ് P1-നെ എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അയാൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ആരോ നമുക്ക് പ്രോസസ് P1-ൽ കാണാം അല്ലേ. അതിനേക്കാളും ഇത്തിരി കൂടുതൽ എക്സിക്യൂഷൻ കാണിച്ചിട്ടുണ്ട് ആരോ, അതെന്തോ ആയിക്കോട്ടെ, അത് നമ്മുടെ ഇഷ്ടം. എക്സിക്യൂഷൻ കാണിച്ചേക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അതിനൊരു ഇൻട്രപ്റ്റ് ആവശ്യം വന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഇൻട്രപ്റ്റ് ഉണ്ടാകുന്നത് സമയത്ത് എന്ത് ചെയ്യുന്നു, സേവ് ദ സ്റ്റേറ്റ് ഓഫ് P0ൻ്റെ, അതായത് PCB1. P0ൻ്റെ PCB എന്ന് പറയുമ്പോൾ ഇത് നെക്സ്റ്റ് PCB ആണ്. ഓരോരുത്തർക്കും PCB ഉണ്ടല്ലോ. അപ്പോൾ എന്താണ്, അതിൻ്റെ കറൻറ്റ് സ്റ്റേറ്റ് സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അന്നേരം വീണ്ടും രണ്ടുപേരും ഐഡിയലായിട്ടിരിക്കുകയാണ്. P0-നെയും കയറ്റിയിട്ടില്ല, P1 ഇനിയിപ്പോൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ, എക്സിക്യൂഷൻ നിർത്തി അതിൻ്റെ സ്റ്റേറ്റ് സേവ് ചെയ്യണം, അതിന് വേറെ എന്തോ ജോലിക്ക് പോകണം. അപ്പോൾ ആ സ്റ്റേറ്റ് സേവ് ചെയ്യുന്ന വീണ്ടും ഒരു ഇത്തിരി സമയം കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ആണ് P0-നെ തിരിച്ച് വിളിക്കുകയാണ്. ആ സേവ് ദ സ്റ്റേറ്റ് കഴിഞ്ഞ് റീലോഡ് ദ സ്റ്റേറ്റ് ഫ്രം PCB0. അപ്പോൾ അത് എക്സിക്യൂഷൻ നടത്തുന്നതായിട്ട് കാണിച്ചാണ് ഈ ഫിഗർ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ സ്വിച്ച് ചെയ്യണം, P0-ൽ നിന്ന് P1-ലേക്കും P1-ൽ നിന്ന് P0-ലേക്ക് സ്വിച്ച് ചെയ്യുന്നതാണ് ആക്ച്വലി ഇവിടെ കാണിച്ചേക്കുന്നത്. P0-ൽ നിന്ന് P1-ലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ആദ്യം അതിൻ്റെ കറൻറ്റ് സ്റ്റേറ്റ് സേവ് ചെയ്യുന്നു, എന്നിട്ടാണ് P0-നെ റീലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനൊരു ഇൻട്രപ്റ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ P1-ൻ്റെ ഡീറ്റെയിൽസ് റീലോഡ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, P0-നെ റീലോഡ് ചെയ്യുന്നു, എക്സിക്യൂഷൻ നടത്തുന്നു. ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ശരിക്കും PCB, പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്തായിരുന്നു, ഇറ്റ്സ് എ ഡാറ്റ സ്ട്രക്ചർ യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ദ ഡീറ്റെയിൽസ് ഓഫ് പ്രോസസ്. It is a data structure that is used for storing the information required about a particular process. അപ്പോൾ അതിൻ്റെ ഫിഗർ ഉണ്ട്, ആ ഫിഗറിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം പറഞ്ഞത്. ശരിക്കും ഇനിയും ഇൻഫർമേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻസ് മാത്രമാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ.